കഥയാരംഭിക്കുന്നത് മത്വേ എന്ന് പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ കേക്ക് ഡെലിവറി ബോയ് ആയിട്ടാണ് അവൻ ജോലി നോക്കുന്നത്. ദാരിദ്ര്യമുള്ള ഒരു പശ്ചാത്തലമാണ് അവന്റേത്. അന്ന് രാവിലെ പതിവ് പോലെ മത്വേ റെസ്റ്റോറന്റുകളിലേക്ക് കേക്ക് ഓർഡറുകൾ എത്തിക്കുകയായിരുന്നു. പക്ഷേ വഴിമധ്യേ ഒരു പ്രഭു കടന്നു പോകുന്നതിനാൽ വഴി താൽക്കാലികമായി അടയ്ക്കപ്പെട്ടു. അവിടെ കാത്തുനിൽക്കുന്നതിനിടയിൽ കുതിരവണ്ടിയുടെ വാതിലിൽ ആ പ്രഭു കുടുംബത്തിന്റെ ചിഹ്നം അവൻ അവിചാരിതമായി കണ്ടു. ഒടുവിൽ റോഡ് തുറന്ന് മത്വേ റെസ്റ്റോറന്റിലേക്കുള്ള യാത്ര തുടർന്നു. പക്ഷേ വഴിയടച്ചതുമൂലം കേക്ക് എത്തിക്കാൻ അവൻ വൈകിപ്പോയിരുന്നു. റെസ്റ്റോറന്റ് ഉടമയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതൊന്നും ചെവികൊണ്ടില്ല. എന്തായാലും അന്ന് അതിന്റെ പേരിൽ അവൻ ആ കൊറിയർ ജോലി നഷ്ടമായി. 1899 ഡിസംബറിൽ ഇംപീരിയൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഈ കഥ നടക്കുന്നത്. ആ സമയം അവിടുത്തെ റിവറുകളും കനാലുകളും എല്ലാം തണുത്തുറയും. ഒരു വണ്ടർലാൻഡ് പോലെ ആ ഇടം മാറും. കൂടുതൽ പേരും ഐസ് സ്കേറ്റ് ചെയ്തൊക്കെയായിരുന്നു അവിടെ സഞ്ചരിക്കുക. മത്വേയാണെങ്കിൽ ഐസ് സ്കേറ്റ് ചെയ്യുന്നതിൽ ഏറെ മികവുള്ളവനാണ്. അത്രമേൽ വേഗതയിൽ ഐസ് സ്കേറ്റ് ചെയ്യാൻ അവന് സാധിക്കും. എന്തായാലും അന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതോടെ ഏറെ നിരാശയിൽ മത്വേ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ഒരാളുടെ കയ്യിലെ വാച്ച് വീഴുന്നത് മത്വേ ശ്രദ്ധിച്ചു. അവൻ ആ വാച്ചെടുത്ത് ആ മനുഷ്യനെ പിന്തുടർന്നു ചെന്ന് വാച്ച് കൊടുത്തു. പിന്നാലെ പരസ്പരം പരിചയപ്പെട്ടു. ആ വ്യക്തിയുടെ പേര്, ആ പയ്യന്റെ പേര് അലക്സ് എന്നായിരുന്നു. താൻ അത്രമേൽ വേഗത്തിൽ സ്കേറ്റിംഗ് നടത്തിയിട്ടും മത്വേ സ്കേറ്റ് ചെയ്തു വന്ന് എങ്ങനെ തന്നെ പിടികൂടിയെന്നതിൽ അലക്സ് വല്ലാതെ അതിശയിച്ചു. മത്വേയുടെ സ്കേറ്റിംഗ് വേഗതയിൽ ആകൃഷ്ടനായ അലക്സ് അന്ന് രാത്രി തണുത്തുറഞ്ഞ തടാകത്തിന് നടുവിൽ വെച്ച് വീണ്ടും കാണാനായി അവനെ ക്ഷണിച്ചു. ഇതിനിടയിൽ അവന്റെ ജോലിയെപ്പറ്റിയും മറ്റും അലക്സ് ചോദിച്ചറിഞ്ഞിരുന്നു. ഇതേസമയം മറ്റൊരിടത്ത് ആഡംബരപൂർണമായ പ്രഭുകൊട്ടാരത്തിൽ അലീസ എന്ന പെൺകുട്ടി തന്റെ അധ്യാപികയിൽ നിന്ന് മര്യാദകളെപ്പറ്റി പഠിക്കുകയായിരുന്നു. പഠനം കഴിഞ്ഞ ശേഷം അവരിരുവരും കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ താല്പര്യമുള്ള കാര്യം മകൾ തന്റെ പിതാവ് പ്രഭുവിനോട് പറഞ്ഞു. അദ്ദേഹം ആ പ്രദേശത്തെ ഒരു മിനിസ്റ്ററാണ്. നിക്കോളായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തനിക്ക് സയൻസ് പഠിക്കാനുള്ള താല്പര്യവും അവൾ ആ പറച്ചിലിനൊപ്പം കൂട്ടിച്ചേർത്തിരുന്നു. പക്ഷെ അവളുടെ പിതാവ് ഉടൻ തന്നെ അത് വിലക്കി. അക്കാലത്ത് ഭൂരിഭാഗം റഷ്യക്കാരും മിത്തുകളിലും മന്ത്രവാദത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്ന സമയമായിരുന്നു. സ്ത്രീകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട എന്നായിരുന്നു അന്നത്തെ റഷ്യൻ അരിസ്ട്രോക്രാറ്റുകൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നത്. അതവരെ റിബലാക്കുമെന്നും ഫ്രീ തിങ്കേഴ്സാക്കി മാറ്റാനേ ഉപകരിക്കൂ എന്നുമായിരുന്നു അവരുടെ വാദങ്ങൾ. മിനിസ്റ്റർ കൂടിയായ അച്ഛൻ നോ പറഞ്ഞതോടെ അത് നിശബ്ദയായി അംഗീകരിക്കാനേ അലീസയ്ക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അവിടെ പിതാവിന്റെ രണ്ടാം ഭാര്യയും ഉണ്ടായിരുന്നു. അലീസയുടെ അമ്മ മുമ്പേ മരണപ്പെട്ടതാണ്. രണ്ടാനമ്മയുടെ തീരുമാനത്തിലാണ് പിതാവ് ഓരോ തീരുമാനങ്ങളും പറയുക. എങ്ങനെയെങ്കിലും കുടുംബത്തിൽ നിന്ന് അവളെ ഒഴിവാക്കാനായിരുന്നു രണ്ടാനമ്മ എപ്പോഴും ശ്രമിച്ചിരുന്നതും. അന്ന് രാത്രിയിൽ തന്റെ പിതാവിനൊപ്പം മത്വേ ജോലിക്കായി പോയി. മത്വയുടെ പിതാവിന് തെരുവ് വിളക്കുകൾ തെളിയിക്കുന്ന ജോലിയാണ്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ പിതാവിന്റെ മോശമാകുന്ന ആരോഗ്യസ്ഥിതിയിൽ മത്വേ വല്ലാതെ ആശങ്കാകുലനായി. അദ്ദേഹത്തിന് കഠിനമായ ചുമയും മറ്റുമുണ്ട്. മറുഭാഗത്ത് കൊട്ടാരത്തിലാകട്ടെ അലീസ രഹസ്യമായി ഒരു തവളയെ കീറിമുറിച്ച് ബയോളജി പഠിക്കുകയായിരുന്നു. ആരുമറിയാതെ അവൾ സയൻസും മറ്റ് കാര്യങ്ങളും തന്റെ മുറിയിലിരുന്ന തരത്തിൽ പഠിക്കാറുണ്ട്. പെട്ടെന്ന് അവളുടെ വേലക്കാരി രണ്ട് മെഴുകുതിരികളുമായി അങ്ങോട്ടേക്ക് വന്നു. അവളുണ്ടായിരുന്ന കണ്ണാടിക്ക് മുമ്പിൽ അവർ രണ്ട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ രണ്ട് മെഴുകുതിരികൾ കത്തിച്ച് കണ്ണാടിക്ക് മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ കണ്ണാടിയിൽ എല്ലാവർക്കും അവരുടെ സോൾമേറ്റ്സിനെ കാണാൻ പറ്റും. അവിടെ നിലകൊള്ളുന്ന ഒരു വിശ്വാസമാണത്. പക്ഷേ വെറും മിത്തുകളേക്കാൾ താൻ സയൻസിലാണ് വിശ്വസിക്കുന്നത് എന്നായിരുന്നു അലീസയുടെ മറുപടി. മറുവശത്ത് വീട്ടിൽ പിതാവ് ഉറങ്ങിയ ശേഷം രാവിലെ അലക്സ് തന്നെ ക്ഷണിച്ച കാര്യമോർത്തിരുന്ന മത്വേ അലക്സിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അലക്സ് പറഞ്ഞ ഇടത്തേക്കെത്തി. അവിടെ എത്തിയപ്പോൾ അലക്സ് ഒറ്റയ്ക്കല്ലെന്നും അവന്റെ കൂട്ടുകാരും അവിടുണ്ടെന്നും മത്വേക്ക് മനസ്സിലായി. അലക്സ് അവരെയൊക്കെയും മത്വേക്ക് പരിചയപ്പെടുത്തി. കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. മോഷണങ്ങളൊക്കെ നടത്തി പണം ശേഖരിക്കൽ ഞങ്ങളുടെ രീതിയുമാണ്. പക്ഷേ ഞങ്ങൾ സാധാരണ മോഷ്ടാക്കളല്ല. പണക്കാരിൽ നിന്ന് മാത്രമേ നമ്മൾ മോഷ്ടിക്കുകയുള്ളൂ. നൂറ്റാണ്ടുകളായി പാവപ്പെട്ടവരെ അടിമകളാക്കി പ്രതിഫലം നൽകാതെ കൊട്ടാരങ്ങൾ പണിയിച്ച പണക്കാരിൽ നിന്ന് നമ്മൾ നമ്മളുടെ പൂർവികരുടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കുകയാണ് എന്നതായിരുന്നു അലക്സിന്റെ വിശദീകരണം. കമ്മ്യൂണിസത്തോട് അവന്റെ മനസ്സേറെ ചേർന്നു നിന്നിരുന്നു. ആ വിശദീകരണവും അവരുടെ പരിപാടികളെ പറ്റിയുമൊക്കെ കേട്ടപ്പോൾ മത്വയ്ക്ക് വല്ലാത്ത അതിശയം തോന്നി. സംസാരം തുടരുന്നതിനിടയിൽ രാവിലെ കുതിരവണ്ടിയിൽ കണ്ട അതേ പ്രഭുകുടുംബത്തിന്റെ ചിഹ്നം അവിടുത്തെ ഒരു കൊട്ടാരത്തിന്റെ കവാടത്തിൽ മത്വേ നോക്കിക്കണ്ടു. ആ പ്രഭുകുടുംബം കാരണമാണ് തന്റെ ജോലി നഷ്ടപ്പെട്ടത് എന്ന് മത്വേ അലക്സിനോടും കൂട്ടുകാരോടും പറഞ്ഞു. അവരുടെ പ്രവൃത്തിക്ക് പകരമായി അവർക്ക് തന്നെ പണി കൊടുക്കാനായിരുന്നു അലക്സ് അവനോട് പറഞ്ഞത്. ആ കൊട്ടാരത്തിൽ കടന്നുകയറി മോഷണം നടത്താൻ അവർ തീരുമാനിച്ചു.
അവർ കൊട്ടാരത്തിന്റെ ടെറസിലെത്തിയപ്പോൾ ബാൽക്കണിയിൽ കയറി കുടുംബചിഹ്നം നശിപ്പിക്കാൻ അലക്സ് മത്തോയോട് പറഞ്ഞു. ആ സമയം മുറിക്കുള്ളിൽ പഠനം കഴിഞ്ഞ് അലീസ ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെയുള്ള കണ്ണാടി അവൾ നോക്കിക്കണ്ടത്. വേലക്കാരി പറഞ്ഞ ആ മിത്തിനെ കുറിച്ച് അവൾ അപ്പോൾ ഓർത്തു. എന്തായാലും അതൊന്ന് ചെയ്തു നോക്കിയേക്കാം എന്ന് ചിന്തിച്ച് അവൾ കണ്ണാടിക്ക് മുമ്പിലിരുന്നു. പെട്ടെന്ന് ആ കണ്ണാടിയിൽ മത്തയുടെ പ്രതിബിംബം പ്രത്യക്ഷപ്പെട്ടു മറഞ്ഞു. അത് കണ്ട് അലീസ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഉടൻ തന്നെ അവൾ ബാൽക്കണിയിലേക്ക് ചെന്നു. അവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടി. അലീസയുടെ അമ്പരപ്പിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന വിളക്കിൽ നിന്നും മത്തയുടെ വസ്ത്രത്തിൽ തീ പടർന്നു. വേഗത്തിൽ അവിടെ നിന്നിറങ്ങിയ മത്വൈ കൂട്ടുകാർക്കൊപ്പം അവിടെ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. യാത്രക്കിടയിൽ മത്വയ്ക്ക് തങ്ങളുടെ സംഘത്തിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്ന് അലക്സ് ചോദിച്ചു. അങ്ങനുണ്ടെങ്കിൽ വിന്റർ സെലിബ്രേഷൻ ഫെസ്റ്റിവലിലേക്ക് വരാൻ അവനെ ക്ഷണിക്കുകയും ചെയ്തു. പണക്കാരുടെ അഹങ്കാരത്തിലും അവരുടെ അധികാരത്തിലും മത്വയ്ക്കും വല്ലാതെ മടുപ്പ് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ സംഘത്തിൽ ചേരാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ അലീസയുടെ മുഖം പുഞ്ചിരിയാൽ നിറഞ്ഞിരുന്നു. അത് കണ്ട് വേലക്കാരിയായ സഹായിക്കും അതിശയം തോന്നി. അതിനെപ്പറ്റി അവർ ചോദിച്ചപ്പോ കഴിഞ്ഞ രാത്രി തന്റെ സോൾമേറ്റിനെ കണ്ട കാര്യം അലീസ അവരോട് പറഞ്ഞു. മറുവശത്ത് മത്വൈ അലക്സിനും സംഘത്തിനും ഒപ്പം ചേർന്നു. അവരവനെ എങ്ങനെ പോക്കറ്റ് അടിക്കാമെന്നും മറ്റു മോഷണങ്ങൾ നടത്താം എന്നും പഠിപ്പിക്കാനും അവരുടെ രീതികൾ മനസ്സിലാക്കി കൊടുക്കാനും ആരംഭിച്ചു. ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയി. മത്വൈ പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവനതിലൊരു മികവ് തന്നെ വന്നു. മോഷ്ടിക്കുന്ന സാധനങ്ങൾ ഉടൻ തന്നെ അവിടെയുള്ള ഒരു ഏജന്റിന് അവർ കൈമാറും. അയാളാകട്ടെ അത് വിൽക്കുകയും ചെയ്യും. അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും. അങ്ങനെ ഒടുവിൽ മത്വൈ പൂർണ്ണമായി തയ്യാറായെന്ന് അലക്സിന് മനസ്സിലായി. അന്നു മുതൽ അവനെയും തങ്ങളുടെ സംഘത്തിലേക്ക് പൂർണ്ണമായി കൂട്ടാൻ അലക്സ് തീരുമാനിച്ചു. അന്ന് രാത്രി മത്വയുടെ വീട്ടിൽ വെച്ച് പിതാവ് അവനോട് ചോദിച്ചു, ജോലിയില്ലാതിരുന്നിട്ടും നീ ഒരുപാട് നേരം പുറത്തു പോകുന്നുണ്ടല്ലോ, എന്താ കാര്യം? പുറത്ത് സുഹൃത്തുക്കളെ കാണാൻ പോകുന്നതാണെന്നും തങ്ങളൊന്നിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുമായിരുന്നു അവന്റെ മറുപടി. അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാനായിരുന്നു അവൻ കള്ളം പറഞ്ഞത്. അമ്മ മരിച്ചതു മുതൽ അച്ഛനായിരുന്നു അവനെ നോക്കിയതും. കുട്ടിക്കാലത്ത് അവനെ സ്കേറ്റിംഗ് പഠിപ്പിച്ചതും അവനെ സംരക്ഷിച്ചതും എല്ലാം അച്ഛനായിരുന്നു. അച്ഛനോട് അവന് വല്ലാത്തൊരു സ്നേഹം തന്നെയുണ്ട്. അടുത്ത ദിവസം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഗാർഡുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടപ്പെട്ടിരുന്നു. ഗാർഡുകളുടെ ക്യാപ്റ്റൻ അവിടെ നടക്കുന്ന മോഷണങ്ങളെപ്പറ്റി സംസാരിച്ചു. അലീസയുടെ പിതാവായ മിനിസ്റ്റർ നിക്കോളായുടെ നേതൃത്വത്തിലായിരുന്നു ആ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അർക്കാഡി എന്നായിരുന്നു ക്യാപ്റ്റന്റെ പേര്. ക്യാപ്റ്റൻ പറഞ്ഞു, നഗരത്തിലെ മോഷണങ്ങൾ വർദ്ധിക്കുന്നതുകൊണ്ട് ഗാർഡുകളാകെ വലഞ്ഞിരിക്കുകയാണ്. കള്ളന്മാർ സ്കേറ്റിംഗ് ഷൂസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അവരെ പിന്തുടർന്ന് പിടിക്കൽ അല്പം പ്രയാസമേറിയ സംഗതിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. ഗാർഡുകൾക്കും സ്കേറ്റിംഗ് പരിശീലനം നൽകി അവരുടെ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അവരെ ഉപയോഗിച്ച് മോഷ്ടാക്കളെ പിടികൂടാൻ പറ്റും. ആ നിർദ്ദേശം മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അത് അദ്ദേഹം അംഗീകരിച്ചു. ക്യാപ്റ്റനും പ്രഭുകുടുംബ അംഗവും മികച്ച പശ്ചാത്തലവുമുള്ള അർക്കാഡിയെ തന്റെ മകൾ അലീസയ്ക്ക് പറ്റിയ വരനാണല്ലോ എന്ന മട്ടിൽ അദ്ദേഹം ആലോചിക്കുകയും ചെയ്തു. ഇതേസമയം മറുവശത്ത് മത്വൈ തന്റെ മോഷണത്തിലെ ആദ്യ ദൗത്യം ആരംഭിച്ചിരുന്നു. വളരെ എളുപ്പത്തിൽ അവനത് പൂർത്തിയാക്കി. ശേഷം സംഘത്തിനൊപ്പം അവർ തങ്ങളുടെ താവളമായ തകർന്ന വലിയൊരു കപ്പലിലേക്ക് പോയി. അവിടായിരുന്നു പ്രധാനമായും അവർ കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത്. ഓരോരുത്തരും നേടിയ മോഷണ മുതലുകൾ അവിടെ വെച്ച് എണ്ണാനും മറ്റും തുടങ്ങി. ആ സമയം മോഷണ മുതലുകൾക്കിടയിൽ രാജകൊട്ടാരത്തിൽ നടക്കുന്ന ഐസ് സ്കേറ്റിംഗ് പാർട്ടിക്കുള്ള ക്ഷണക്കത്ത് അവർക്ക് അതിൽ ലഭിച്ചു. രണ്ടുപേർക്കുള്ള ക്ഷണക്കത്താണ്. സമ്പന്നർ ഒത്തുകൂടുന്ന ആ പാർട്ടിക്കിടയിൽ അടുത്ത മോഷണം നടത്താൻ ആ കത്ത് വെച്ച് സാധിക്കും എന്ന് അലക്സ് മനസ്സിലാക്കി. അതുകൊണ്ട് ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകാനും അലക്സ് തീരുമാനിച്ചു. പക്ഷേ കത്തുപയോഗിച്ച് രണ്ടുപേർക്കേ പോവാൻ പറ്റുള്ളൂ. കൂട്ടത്തിൽ ആരെ കൂട്ടണം എന്ന് അലക്സ് ആലോചിച്ചു. കത്ത് മോഷ്ടിച്ചത് മത്വയായിരുന്നു. അതുകൊണ്ട് അവനെ തന്നെ കൂടെ കൊണ്ടുപോവാൻ അലക്സ് തീരുമാനിച്ചു. മറുവശത്ത് അലീസയുടെ വീട്ടിൽ അവളുടെ പിതാവ് അർക്കാഡിക്കായി ഒരു വിരുന്നൊരുക്കിയിരുന്നു. അർക്കാഡി ഉൾപ്പെടെ ചില പ്രഭുക്കന്മാരും ഗാർഡ് മേധാവികളും അങ്ങോട്ടേക്കെത്തി. അലീസയെ അവിടെ വെച്ചിട്ടായിരുന്നു അർക്കാഡി ആദ്യമായി കാണുന്നത്. കണ്ട മാത്രയിൽ അർക്കാഡിക്ക് അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. വിരുന്നിലുടനീളം അർക്കാഡി അലീസയെ തന്നെ നോക്കി നിന്നിരുന്നു. വൈകാതെ അർക്കാഡി മിനിസ്റ്ററോട് സംസാരിച്ചു. അലീസയുടെ പിതാവിനോട് കൊട്ടാരത്തിലെ വിരുന്നിന് അലീസയെ അനുഗമിക്കാൻ അർക്കാഡി അനുവാദം ചോദിച്ചു. അവരിരുവരും മികച്ച കപ്പിൾസ് ആണെന്നും ചേരുമെന്നും മുൻപേ തോന്നിയിരുന്ന അലീസയുടെ പിതാവ് അതിനുടൻ സമ്മതിച്ചു. അടുത്ത ദിവസം പുലർച്ചെ പിതാവിന്റെ ചുമകേട്ടാണ് മത്വൈ ഉണർന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വല്ലാതെ വഷളായിരിക്കുകയായിരുന്നു. അദ്ദേഹം രക്തം തുപ്പുകയും ചെയ്തിരുന്നു. അത് കണ്ടതും മത്വൈ അദ്ദേഹത്തെ
അദ്ദേഹത്തെ ഉടനടി ഡോക്ടറുടെ അടുത്തേക്ക് എത്തിച്ചു. ഡോക്ടർ മികച്ച പരിശോധന നടത്തി. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, മത്തോയുടെ പിതാവിന് ഇനിയധികം ആയുസുണ്ടാവില്ല. ജർമ്മനിയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ രക്ഷിക്കാൻ സാധിക്കും, പക്ഷേ അതിന് വലിയ തുക ചിലവാകും. മത്തോയി അതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു പോയിരുന്നു. അവൻ വല്ലാതെ ദുഃഖിതനായി. പിന്നീട് 3 ദിവസത്തിനു ശേഷം മത്തോയും അലക്സും കൊട്ടാരത്തിലെ വിരുന്നിലേക്കെത്തി. വൈകാതെ തങ്ങളുടെ മോഷണവും ആരംഭിച്ചു. ഇതേ സമയം പാർട്ടിയിലെ ഡാൻസിൽ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി അർക്കാഡി അലീസയെ ക്ഷണിച്ചു. അലീസ ക്ഷണം സ്വീകരിച്ചു. പക്ഷേ ഡാൻസിനിടയിൽ അർക്കാഡി പെട്ടെന്ന് അവളോട് തന്റെ പ്രണയം വെളിപ്പെടുത്തുകയും വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. പെട്ടെന്നുള്ള ആ ചോദ്യം അലീസയെ അമ്പരപ്പിച്ചിരുന്നു. ഇതിനിടയിൽ ഒരു ഗാർഡ് അങ്ങോട്ടേക്ക് വന്ന് അർക്കാഡിക്കടുക്കൽ ഒരു കാര്യം പറഞ്ഞു. വിരുന്നിനെത്തിയ പ്രഭുകുടുംബാംഗങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. അത് നോക്കാൻ അർക്കാഡി വേഗം അവിടെ നിന്ന് മാറി. ആ സമയം മത്തോയി അലീസയെ കണ്ട് അങ്ങോട്ടേക്കെത്തി. അവളോട് സംസാരിച്ചു. അവളുടെ ബാൽക്കണിയിൽ അനുവാദമില്ലാതെ കയറിയതിനും അന്ന് ബുദ്ധിമുട്ടിച്ചതിനും അവൻ അലീസയോട് മാപ്പ് ചോദിച്ചു. അവൻ മറ്റെന്തെങ്കിലും കാരണം പറയാൻ ശ്രമിച്ചെങ്കിലും അവനൊരു കള്ളനാണെന്ന കാര്യം അലീസ തിരിച്ചറിഞ്ഞിരുന്നു. താൻ ആരോടും അത് വെളിപ്പെടുത്തില്ലെന്നും പക്ഷേ തനിക്കൊരു ഫേവർ ചെയ്യണം എന്നും അലീസ അവനോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കണം എന്നതായിരുന്നു അവൾ മത്തോയുടെ മുമ്പിൽ വെച്ച ആവശ്യം. മറ്റു വഴിയില്ലാത്തതുകൊണ്ട് അവനത് സമ്മതിക്കേണ്ടി വന്നു. അന്ന് ആ പാർട്ടി കഴിഞ്ഞ് മത്തോയും അലക്സും കൂട്ടുകാരും ആഘോഷിക്കാൻ അടുത്തുള്ള ഒരു ബാറിൽ പോയി. അവിടെ വെച്ച് അവർ മദ്യപിച്ചു. അന്ന് കുറേയേറെ പണം സമ്പാദിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. മദ്യപിച്ച് വീട്ടിലെത്തിയ മത്തോയ് പിതാവിന്റെ പക്കലേക്ക് ആ പണം നൽകി. അത്രയും പണം കണ്ടതും മദ്യപിച്ച് വീട്ടിലെത്തിയതും മകനെന്തോ മോശമായ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നവന്റെ പിതാവ് മനസ്സിലാക്കി. ആ പണം സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. നീ ചെയ്യുന്നത് തെറ്റാണെന്നും ഇതൊക്കെ പാപമാണെന്നും അതെല്ലാം ഉപേക്ഷിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ അദ്ദേഹം അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ലോകത്ത് ദൈവമൊന്നുമില്ലെന്നും അദ്ദേഹത്തിന് ഈ പണം വേണ്ടെങ്കിൽ താൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ താൻ ഇവിടം വിട്ട് പോകുമെന്നും മത്തോയി അച്ഛനോട് പറഞ്ഞു. അച്ഛനുമായി അവൻ വാക്കുതർക്കത്തിലേർപ്പെട്ടു, വഴക്കിട്ടു. ഒടുവിൽ അച്ഛന്റെ പഴയ സ്കേറ്റ്സ് എടുക്കാനും അവൻ വിസമ്മതിച്ചു. തന്റെ കയ്യിൽ പണമുണ്ടെന്നും പുതിയത് താൻ വാങ്ങിക്കോളാം എന്നും പറഞ്ഞായിരുന്നു അവൻ അവിടെ ഇറങ്ങിയത്. അടുത്ത ദിവസം പുലർച്ചെ മിനിസ്റ്റർ ആർക്കാഡിയുടെ പുതിയ ഗാർഡ് സംഘം പരിശീലനം നടത്തുന്നത് കാണാനെത്തി. സ്കേറ്റ്സ് അവർ പ്രാക്ടീസ് ചെയ്യുകയും അതിൽ മികവ് നേടുകയുമായിരുന്നു. അദ്ദേഹത്തിന് അത് നന്നേ ബോധിച്ചു. മറുവശത്ത് മത്തോയാകട്ടെ ഉച്ചകഴിഞ്ഞ് അലീസയെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോവാൻ തയ്യാറെടുത്തു. അലീസ അന്ന് അസുഖമാണെന്ന് നടിച്ച് വീട്ടിലെ പഠനത്തിൽ നിന്നൊഴിഞ്ഞു മാറി. അധ്യാപിക പോയപ്പോൾ അവൾ വേലക്കാരിയുമായി വേഷം വെച്ചു മാറി. പിന്നാലെ രഹസ്യമായി പുറത്തിറങ്ങി. മത്തോയ് അവളെ കൊണ്ടുപോവാൻ എത്തിയിരുന്നു. മത്തോയ് അവളെയും കൂട്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ എന്തിനാണ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് എന്ന കാര്യം അലീസ പറഞ്ഞു. അവൾക്ക് ഫ്രാൻസിൽ പോയി പഠിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അവിടുത്തെ യൂണിവേഴ്സിറ്റി പ്രവേശന പരീക്ഷയ്ക്ക് അവിടെ നിന്ന് അപേക്ഷിക്കാൻ പറ്റും. അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത്. അക്കാലത്ത് ഭർത്താവിന്റെയോ പിതാവിന്റെയോ അനുവാദമില്ലാതെ സ്ത്രീകൾക്ക് പഠിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ മത്തോയോട് തന്റെ ഭർത്താവായി അഭിനയിക്കാനും താൻ അനുവാദം നൽകിയിട്ടുണ്ടെന്ന് പറയാനും അവൾ ആവശ്യപ്പെട്ടു. അപേക്ഷാ കേന്ദ്രത്തിൽ അലീസ എത്തി. ഇന്റർവ്യൂ സെഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്റെ അറിവ് കാണിച്ച് അവിടുത്തെ പ്രൊഫസർമാരെ അവൾ അത്ഭുതപ്പെടുത്തി. അലീസയ്ക്ക് അഡ്മിഷൻ കൊടുക്കാമെന്നും അവർ പറഞ്ഞു. പിന്നാലെ ഭർത്താവിനെ വിളിക്കാനും ഒപ്പിടാനും സമ്മതപത്രം എഴുതിത്തരാനും പ്രൊഫസർമാർ പറഞ്ഞു. പക്ഷേ അകത്തേക്ക് വന്ന മത്തോയ്ക്ക് എഴുതാനോ വായിക്കാനോ അറിവുണ്ടായിരുന്നില്ല. അത് ആകെ പ്രശ്നമായി. പ്രൊഫസർമാരുടെ ചോദ്യങ്ങൾക്ക് ഇരുവരും പരസ്പര വിരുദ്ധമായി മറുപടി നൽകിയതോടെ അവരുടെ കള്ളം പൊളിഞ്ഞു. അലീസയുടെ അപേക്ഷ നിരസിക്കപ്പെട്ടു. അവിടെ നിന്നും പുറത്തിറങ്ങിയ അലീസ വല്ലാത്ത സങ്കടത്തിലും ദേഷ്യത്തിലുമായിരുന്നു. പ്രൊഫസർമാർ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ കൃത്യമായി മറുപടി പറയാൻ സാധിച്ചെങ്കിൽ കൂടിയും അവൾക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഒന്നും സാധിച്ചില്ല. എന്തായാലും മത്തോയ് ചെയ്ത സഹായത്തിന് നന്ദിയായി അവന്റെ കയ്യിലേക്ക് വില കൂടിയ ഒരു ആഭരണം വെച്ചു നൽകാൻ അലീസ ശ്രമിച്ചു. പക്ഷേ മത്തോയ് അത് നിരസിച്ചു. ഒരു കള്ളൻ എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള സാധനം വേണ്ടെന്ന് വെക്കുന്നതെന്ന് അലീസയ്ക്ക് മനസ്സിലായതേയില്ല. അവൾ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ മത്തോയ് അവളോട് താൻ വെറും ഒരു കള്ളനല്ലെന്ന് വെളിപ്പെടുത്തി. പിന്നാലെ പറഞ്ഞു, പ്രഭുക്കന്മാരും അലീസയുടെ കുടുംബമടക്കമുള്ളവരും തന്നെക്കാൾ മോശക്കാരാണ്. ഞങ്ങളെക്കാൾ വലിയ കള്ളന്മാർ അവരാണ്. പണ്ടുകാലത്ത് ഈ നഗരം പണിയാൻ ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ അവർ ചൂഷണം ചെയ്തു. ഇപ്പോഴും ചൂഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹിസ്റ്ററിയൊക്കെ പഠിച്ചിരുന്ന അലീസയ്ക്ക് അവൻ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ അലീസയുടെ വീടിന്റെ പ്രധാന കവാടത്തിനരികിൽ അവർ എത്തിച്ചേർന്നു.
ആ സമയം തന്റെ കയ്യിലെ കലീസ നൽകിയിരുന്ന ആ ആഭരണം മത്തോയി തിരികെ നൽകി. അലീസയ്ക്ക് ശരിക്കും പകരമായി എന്തെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി തന്നോടൊപ്പം ഒരു ഡേറ്റിന് വരാൻ അവൻ ക്ഷണിച്ചു. നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അലീസ ആ ക്ഷണം സ്വീകരിച്ചു. അന്ന് രാത്രി ക്രിസ്മസ് സമ്മാനമായി അലീസയുടെ രണ്ടാനമ്മ അവളുടെ പിതാവിന് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു കാർ കൊടുത്തു. ഒരു പുതിയ തരം യാത്രാ സംവിധാനം. അതുകണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരുപാട് സന്തോഷവാനായി. അലീസയ്ക്ക് അടുത്തുള്ളതിനേക്കാൾ സ്നേഹം അയാൾക്ക് രണ്ടാനമ്മയോട് തോന്നിത്തുടങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ അലീസയ്ക്ക് ദേഷ്യം തോന്നാതിരുന്നില്ല. അലീസയെ അപമാനിക്കാനായി ക്രിസ്മസ് സമ്മാനം എന്ന് പറഞ്ഞ് അവൾക്ക് വളർത്താൻ രണ്ടാനമ്മ ഒരു മുയലിനെ കൂടി കൊടുത്തു. അതുകൂടിയായപ്പോ അലീസയുടെ ദേഷ്യം വർദ്ധിച്ചു. എങ്കിലും പിതാവിന് മുമ്പിൽ അതൊന്നും കാണിക്കാതെ അവൾ ചിരിച്ചു നിന്നു. പിതാവും രണ്ടാനമ്മയും പിന്നാലെ കാറിൽ കറങ്ങാൻ പോയി. അലീസ മുറിയിലേക്കും ചെന്നു. ഈ സമയം മത്തോയി അലീസയെ കാണാൻ രഹസ്യമായിട്ടെത്തി. മത്തോയെ കണ്ടതോടെ അലീസയുടെ സങ്കടമെല്ലാം പെട്ടെന്ന് മാഞ്ഞുപോയി. മത്തോയി അവൾക്കൊരു ക്രിസ്മസ് സമ്മാനം കരുതിയിരുന്നു. അവനത് സമ്മാനിച്ചു. പിന്നാലെ അവളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. അതൊരു മനോഹരമായ രാത്രിയായിരുന്നു. നഗരത്തിൽ സ്കേറ്റിംഗ് ചെയ്തും ആഘോഷങ്ങളിൽ പങ്കെടുത്തും സമയം ചെലവഴിക്കാൻ അവൻ അവളെ കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ അലക്സിനെയും സംഘത്തെയും കണ്ടുമുട്ടി. ബാറിൽ വെച്ച് അവരൊരു പാർട്ടി നടത്തി. പാർട്ടിക്ക് ശേഷം അലക്സും അലീസയും തങ്ങൾ വിശ്വസിക്കുന്ന ഐഡിയോളജികളെ പറ്റി തർക്കിച്ചു. മത്തോയിയോട് ആദ്യം വിശദീകരിച്ചതുപോലെ തന്നെ രാജ്യത്തെ പ്രത്യയശാസ്ത്രങ്ങൾ എത്ര മോശമാണെന്ന് അലക്സ് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ അലക്സ് അവൾക്ക് ഒരു പുസ്തകം സമ്മാനമായി കൊടുത്തു. അത് ദാസ് ക്യാപിറ്റൽ ആയിരുന്നു. കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ. സംസാരങ്ങൾ അങ്ങനെ തുടരുന്നതിനിടയിൽ അവരുടെ സംഘത്തിലെ ഫ്ലൈ എന്ന പേരുള്ള പയ്യൻ അലീസയോട് ഫ്ലേർട്ട് ചെയ്തു. അത് മത്തോയെ അസ്വസ്ഥനാക്കി. മാപ്പ് പറയാൻ അവനോട് മത്തോയി ആവശ്യപ്പെട്ടു. പക്ഷേ അവനതിന് തയ്യാറായില്ല. അത് അവസാനിച്ചത് വഴക്കിലായിരുന്നു. ഒടുവിൽ അലക്സ് അവരെ പിടിച്ചുമാറ്റുകയായിരുന്നു ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് തിരികെ ഇറങ്ങിയ മത്തോയും അലീസയും ഒടുവിൽ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവളുടെ മുറിക്ക് മുന്നിൽ വെച്ച് മത്തോയി നൽകിയ ക്രിസ്മസ് സമ്മാനമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമ്മാനമെന്ന് അലീസ അവനോട് പറഞ്ഞു. മത്തോയിയോട് അവൾക്ക് ചെറിയ പ്രണയതാൽപര്യങ്ങൾ വളർന്നു തുടങ്ങിയിരുന്നു. പിരിയുന്നതിനു മുമ്പ് അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിച്ചു. പിന്നീട് ദിവസങ്ങൾ കടന്നുപോയി. അന്നൊരു ദിവസം അലക്സും സുഹൃത്തുക്കളും മറ്റൊരു മോഷണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. തെരുവിൽ വെച്ച് സമ്പന്നനായി തോന്നിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ പോക്കറ്റിൽ ധാരാളം പണമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് അലക്സും സംഘവും കേട്ടു. അത് കണ്ടതും അയാളുടെ പോക്കറ്റടിക്കാൻ അലക്സും സംഘവും തീരുമാനിച്ചു. പക്ഷെ മൊത്തത്തിൽ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയപ്പോ അലക്സിനെന്തോ പന്തികേട് തോന്നി. പാലത്തിന് മുകളിൽ നിന്ന് അവൻ ചുറ്റുപാടും നിരീക്ഷിച്ചു. പെട്ടെന്ന് അതൊരു കെണിയാണെന്ന് അലക്സ് തിരിച്ചറിഞ്ഞു. പക്ഷേ അവനത് തന്റെ സംഘാംഗങ്ങളെ അറിയിക്കുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. ഫ്ലൈ മോഷണം നടത്താൻ മുന്നോട്ടു നീങ്ങുകയും ഒടുവിൽ പിടിയിലാവുകയും ചെയ്തു. പോക്കറ്റടിക്കാൻ ശ്രമിച്ചപ്പോ അവന്റെ കൈകൾ ഒരു ചങ്ങലയിൽ കുടുങ്ങി. അവൻ ബന്ധിക്കപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെ മറഞ്ഞിരുന്ന അവിടുത്തെ സ്പെഷ്യൽ ഗാർഡ് സംഘം അങ്ങോട്ടേക്കിറങ്ങി. തങ്ങൾ കുടുങ്ങിയെന്ന് അലക്സിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടും മുമ്പേ രക്ഷപ്പെടാൻ സംഘത്തിലെ മറ്റുള്ളവരോട് അലക്സ് വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ നിമിഷത്തിൽ ഫ്ലൈയെ അങ്ങനെ ഉപേക്ഷിക്കാൻ മത്തോയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തലേ ദിവസം അവർക്കിടയിൽ പ്രശ്നമുണ്ടായതാണ്. പക്ഷേ തന്റെ സഹപ്രവർത്തകനെ കൂട്ടുകാരനെ സഹായിക്കാൻ അവൻ തീരുമാനിച്ചു. അവന്റെ ശ്രമങ്ങളുടെ ഫലമായി അവരിരുവരും രക്ഷപ്പെട്ടു. ഒടുവിൽ രണ്ടു വഴിക്കായി പിരിഞ്ഞുപോവാൻ അവർ തീരുമാനിച്ചു. പിരിയും മുമ്പ് അവൻ ചെയ്ത കാര്യത്തിന് ഫ്ലൈ മത്തോയോട് നന്ദി അറിയിച്ചു. പിന്നാലെ അവർ രണ്ടു വഴിക്കായി പിരിഞ്ഞു. മത്തോയി ഒളിസങ്കേതത്തിലേക്ക് പോവാൻ തയ്യാറെടുക്കുമ്പോൾ ആർക്കേഡി അങ്ങോട്ടേക്ക് എത്തി. അവനെ കണ്ടതും അവനെ പിടികൂടാൻ ശ്രമിച്ചു. ഇരുവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. മത്തോയി പിടികൂടപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന അലക്സ് അതിൽ ഇടപെട്ടു. മത്തോയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ അലക്സിന് തോക്കെടുക്കേണ്ടി വരികയും ആർക്കേഡിക്കെതിരെ വെടിവെക്കുകയും ചെയ്യേണ്ടി വന്നു. ആർക്കേഡിയുടെ കാലിൽ നല്ല രീതിയിൽ പരിക്കേറ്റു. ആ സംഭവത്തിനു ശേഷം മത്തോയി കുറെ കാലത്തേക്ക് വീട്ടിലേക്ക് പോയില്ല. അവൻ ഒളിസങ്കേതത്തിലായിരുന്നു. പിന്നീട് എല്ലാം ഒന്ന് കെട്ടടങ്ങിയെന്ന് തോന്നിയ ദിവസം പിതാവിനെ കാണാൻ അവൻ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ തെരുവു വിളക്കുകൾ തെളിയിക്കുന്ന ഒരു മനുഷ്യനെ അവൻ കണ്ടു. അത് തന്റെ പിതാവാണെന്ന് കരുതി അവൻ അഭിവാദ്യം ചെയ്തു. പക്ഷേ അയാൾ തിരിഞ്ഞപ്പോൾ അത് തന്റെ പിതാവല്ലെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. പിന്നാലെ അന്വേഷണത്തിനൊടുവിൽ തന്റെ പിതാവ് മരണപ്പെട്ടു എന്ന വിവരം ഞെട്ടലോടെ അവൻ അറിഞ്ഞു. അതവന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഘാതമേൽപ്പിച്ചിരുന്നു. പിതാവിന്റെ അവസാന സമയം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവാൻ അവന് സാധിച്ചില്ല. അതും അദ്ദേഹവുമായി അവൻ വഴക്കിലുമായിരുന്നു.
വീട്ടിലേക്കെത്തിയവൻ വല്ലാത്തൊരവസ്ഥയിൽ ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞ ആ വീട്ടിൽ തനിച്ചിരുന്നു. തന്റെ പിതാവ് ജീവിച്ചിരുന്ന പഴയ കാലത്തെക്കുറിച്ച് അവൻ ഓർത്തുകൊണ്ടേയിരുന്നു. അവനെ സ്കേറ്റിംഗ് ചെയ്യാൻ പഠിപ്പിച്ചത് അവന്റെ പിതാവായിരുന്നു. ആ ഓർമ്മകൾ അവനിൽ കൂടുതൽ വേദനകൾ ഉണർത്തി. പിന്നാലെ പിതാവിന്റെ കല്ലറയ്ക്കടുത്തേക്ക് അവൻ ചെന്നു. അവിടെ വെച്ച് തെറ്റുകൾ ചെയ്യുന്നത് നിർത്തി പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ മരിക്കുന്നതിന് മുമ്പ് പിതാവ് അവനോട് പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. പിതാവിന്റെ അവസാന ആഗ്രഹമാണത് എന്ന് ചിന്തിച്ചിരുന്നവൻ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാനും തെറ്റുകൾ അവസാനിപ്പിക്കാനും തീരുമാനിച്ചു. അത് അലക്സിനെ അറിയിക്കാൻ അവൻ ഒളിത്താവളത്തിലേക്ക് പോയി. താൻ മോഷണം നിർത്തുകയാണെന്ന് അലക്സിനോടും സംഘത്തോടും അവൻ പറഞ്ഞു. താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന മോഷണം ചെയ്ത പണമെല്ലാം അവൻ അവർക്കായി തിരികെ നൽകി. മത്തോയുടെ വിശദീകരണത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത് എന്ന് അലക്സിനും സംഘത്തിനും അറിയാമായിരുന്നു. അവന്റെ തീരുമാനത്തെ അവർ പൂർണ്ണ രീതിയിൽ മാനിച്ചു. ഇതേസമയം മറുവശത്ത് അലീസയുടെ കുടുംബം ഒരു പാർട്ടി നടത്തുകയായിരുന്നു. കാലിന് സുഖമില്ലെങ്കിലും അലീസയെ കാണാനും പാർട്ടിയിൽ പങ്കെടുക്കാനും അർക്കാഡി അങ്ങോട്ടേക്ക് എത്തി. അവിടെ ഒരു മാജിക് ഷോ ഉണ്ടായിരുന്നു. ആ മാന്ത്രികൻ അലീസയുടെ രണ്ടാനമ്മയ്ക്ക് പരിചയമുള്ള വ്യക്തിയാണ്. കാണികളുടെ ഭാവി പ്രവചിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരെ വേദിയിലേക്ക് വരാനായി തിരഞ്ഞെടുക്കാൻ മാന്ത്രികൻ രണ്ടാനമ്മയോട് ആവശ്യപ്പെട്ടു. രണ്ടാനമ്മ തിരഞ്ഞെടുത്തതാകട്ടെ അർക്കാഡിയെയും അലീസയെയുമായിരുന്നു. അലീസ തന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഇത് അർക്കാഡിയുമായി തന്നെ ഒന്നിപ്പിക്കാൻ വേണ്ടി രണ്ടാനമ്മ നടത്തുന്ന നാടകമാണെന്ന കാര്യം അവൾക്ക് വ്യക്തമായി കഴിഞ്ഞിരുന്നു. വേദിയിൽ വെച്ച് തന്റെ കൂടെ നിൽക്കുന്ന രണ്ടുപേരും തമ്മിൽ ചേരുന്നവരാണെങ്കിൽ തന്റെ മുമ്പിലുള്ള തീയിൽ താൻ കൈയിട്ടാൽ കൈ തീയിൽ പടർന്നാലും കൈ പൊള്ളില്ല എന്ന് മാന്ത്രികൻ പറഞ്ഞു. പിന്നാലെ തന്റെ മുന്നിലെ തീയിലേക്ക് മാന്ത്രികൻ കൈകളിട്ടു. പക്ഷേ കയ്യിൽ തീ പടർന്നു പിടിച്ചിട്ടും അയാൾ കൂളായി നിൽക്കുകയായിരുന്നു. കാണികൾ കരഘോഷം മുഴക്കി. മറ്റു കാണികളൊക്കെ അതിശയിച്ചു. പക്ഷേ അലീസയ്ക്ക് അതിൽ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ആ നിമിഷം തന്നെ അതിലേക്ക് തന്റെ കൈയും മുക്കി തന്റെ കയ്യിലും തീ പടർത്തി കാണിച്ച് ഇത് രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒരു ട്രിക്കാണെന്നും അല്ലാതെ മറ്റൊന്നുമല്ല എന്നും അലീസ അവിടെയുള്ള ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. തങ്ങൾ ഇതുവരെ കണ്ടിരുന്ന മാജിക് ഷോകളിൽ തങ്ങളെ പറ്റിക്കുകയായിരുന്നോ എന്ന് കാണികൾ സംശയിക്കാൻ തുടങ്ങി. അലീസയുടെ പിതാവും രണ്ടാനമ്മയും അതോടെ നാണം കെട്ടു. അവരാ ഷോ വേഗം നിർത്തിവെപ്പിച്ച് വേഗം അവിടെ നിന്ന് പോയി. ഷോ നിർത്തിച്ചതിന് ശേഷം അലീസയുടെ പിതാവ് അവളുടെ മുറിയിലേക്ക് കടന്നു കയറി വന്നു. അകത്ത് അലക്സ് അവൾക്ക് നൽകിയ പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു അലീസ. ദാസ് ക്യാപിറ്റൽ പുസ്തകം അവളുടെ കയ്യിൽ ഇരിക്കുന്നു കണ്ടതും അയാൾ ഞെട്ടി. മാത്രമല്ല അവൾ പഠിച്ച സയൻസ് കാരണമാണ് ഇന്നവൾ വേദിയിൽ അങ്ങനെ പെരുമാറിയത് എന്ന് അദ്ദേഹം കരുതിയിരുന്നു. അതോടെ അലീസയുടെ പഠനം അവസാനിപ്പിക്കാൻ വേണ്ടി അവളുടെ പുസ്തകങ്ങളും എല്ലാം തന്നെ കത്തിച്ചു കളയാൻ അദ്ദേഹം വേലക്കാരോട് ഉത്തരവിട്ടു. പിന്നാലെ അലീസയുടെ ടീച്ചറെയും പേഴ്സണൽ വേലക്കാരിയെയും അദ്ദേഹം പിരിച്ചുവിട്ടു. സ്വന്തം ലോകം തകർക്കപ്പെടുന്നത് കണ്ട് അലീസയ്ക്ക് നിശബ്ദയായിരിക്കാനേ സാധിച്ചുള്ളൂ. ഹൃദയം തകർന്നെങ്കിലും അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ അധ്യാപിക അലീസയുടെ അടുക്കൽ വന്നു. മറ്റേത് അധ്യാപികയും പോലെ അവൾ തന്റെ വിദ്യാർത്ഥിക്ക് അവസാനത്തെ ഒരു പാഠം കൂടി പറഞ്ഞു നൽകി. ജീവിതത്തിലുടനീളം ഞാൻ നദി എങ്ങോട്ടൊഴുകുന്നോ അതേ പാതയിലായിരുന്നു നീന്തിക്കൊണ്ടിരുന്നത്. ഒരിക്കലും അതിനെതിരെ നീങ്ങാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. മോളൊരിക്കലും എന്നെപ്പോലെ ആയേക്കരുത്. അതായിരുന്നു അധ്യാപികയുടെ അവസാന നിർദ്ദേശം, അവസാന ഉപദേശം. അലീസ അന്ന് ചിലത് മനസ്സിൽ കുറിച്ചു. രാത്രി ഏറെ വൈകിയപ്പോൾ എല്ലാവരും ഉറങ്ങിയപ്പോൾ അലീസ അവിടെ നിന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചു. മറുവശത്ത് അലക്സും സംഘവും ചെറിയൊരു പരിഭ്രാന്തിയിലായിരുന്നു. ഗാർഡുകൾ പിടികൂടാൻ ശ്രമിച്ച ശേഷം അലക്സിന്റെ സംഘാംഗങ്ങളിൽ ഒരാളായ കളക്ടർ തിരിച്ചു വന്നിട്ടില്ല. അവരിനി പിടിയിലായിട്ടുണ്ടോ എന്നവർ ഭയന്നിരുന്നു. അവരതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുകയാണ് അങ്ങോട്ടേക്ക് അലീസ എത്തുന്നത്. അവളുടെ പക്കൽ ഒരു ആഭരണപ്പെട്ടിയും ഉണ്ടായിരുന്നു. അവൾ അവരോട് കാര്യം പറഞ്ഞു. ഞാൻ ഫ്രാൻസിലേക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കാനുള്ള പണം ഈ ആഭരണങ്ങൾ വിറ്റാൽ കിട്ടും. മത്തോയോട് അവൾ രഹസ്യമായി സംസാരിച്ചു. തന്റെ കൂടെ ഫ്രാൻസിലേക്ക് വരാൻ അവൾ ആവശ്യപ്പെട്ടു. ഒളിച്ചോടാമെന്നും പറഞ്ഞു. ആഭരണങ്ങൾ വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് മത്തോയുടെ പിതാവിന്റെ ചികിത്സ നടത്താമെന്നും അവൾ കൂട്ടിച്ചേർത്തിരുന്നു. അപ്പോൾ അവന്റെ മുഖം മാറി. അതോടെ മത്തോയുടെ പിതാവിനെ കുറിച്ച് അവൾ തിരക്കി. അപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടെന്ന് അവൾ മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസം ഫ്രാൻസിലേക്ക് പോവാനായിരുന്നു അവരുടെ തീരുമാനം. അവർ പുറത്ത് ആർക്കേഡിയുടെ വലിയ ശബ്ദം കേട്ടു. ആർക്കാഡിയും സ്പെഷ്യൽ ഗാർഡ് സേനയും അവരുടെ താവളം വളഞ്ഞിരുന്നു. കീഴടങ്ങിയില്ലെങ്കിൽ ആ കപ്പലടക്കം കത്തിക്കുമെന്നവർ ഭീഷണിപ്പെടുത്തി. ഭീഷണി കേട്ട് എല്ലാവരും പരിഭ്രമിച്ചു. 30 സെക്കൻഡ് കണക്കാക്കിയ ശേഷം ഗാർഡുകൾ കപ്പലിന്റെ താഴ്ഭാഗത്ത് തീവെച്ചു. എല്ലാവരും പരിഭ്രാന്തിയിലായി. പരിഭ്രമത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന അലീസയെ ബന്ദിയാക്കിയാൽ അത് കാട്ടി രക്ഷപ്പെടാം എന്ന് അലക്സ് ചിന്തിച്ചു. അവൻ ആശയം പങ്കുവെച്ചു. പക്ഷേ മത്വേ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അലീസയെ കൂട്ടി അവൾ കപ്പലിന്റെ മുകളിലെ ഡെക്കിലേക്ക് പോയി. ആ നിമിഷം എല്ലാവരും അവരവരുടെ സുരക്ഷ നോക്കണമെന്നും രക്ഷപ്പെടാനും ഫ്ലൈയോട്
പോലീസിനോടും മറ്റുള്ളവരോടും അലക്സ് നിർദ്ദേശം കൊടുത്തു. അവൻ പിന്നാലെ മത്വേയുടെ പിന്നാലെ ചെന്നു. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിച്ച ഫ്ലെയും സംഘവും ഗാർഡുകളുടെ പിടിയിലകപ്പെട്ടു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. നേരത്തെ അലക്സ് സംശയിച്ച പോലെ കളക്ടറെ ഗാർഡുകൾ പിടികൂടിയിരുന്നു. അവനെ ഉപദ്രവിച്ചാണ് അവരുടെ ലൊക്കേഷൻ ഗാർഡുകൾ സംഘടിപ്പിച്ചെടുത്തത്. ആർക്കേഡിയും സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതും അപ്രകാരമാണ്. കപ്പലിൽ തീ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. അത് കത്തിയെരിയാൻ ആരംഭിച്ചു. മത്വേയുടെ പിന്നാലെ ചെന്ന അലക്സ് അവനെ അലീസയ്ക്കടുത്ത് നിന്ന് തള്ളിമാറ്റാൻ ശ്രമിച്ചു. മത്വേ അവിടെ നിന്ന് താഴേക്ക് പതിച്ചു. പിന്നാലെ അലക്സ് അലീസയെ ബന്ദിയാക്കി. തന്റെ സുഹൃത്തുക്കളെ മോചിപ്പിച്ചാൽ അലീസയെ വിടാമെന്ന് പറഞ്ഞ് അവൻ ഗാർഡുകളോട് വിലപേശാൻ തുടങ്ങി. അലീസ അപകടത്തിലാണ് എന്ന് കണ്ട അർക്കാഡി ഉടൻ തന്നെ അതിന് സമ്മതിച്ചു. അലീസയെ വിടുന്നതിന് മുമ്പ് തങ്ങളെ കബളിപ്പിക്കില്ലെന്ന് ഉറപ്പുതരാൻ അലക്സ് ആവശ്യപ്പെട്ടു. പക്ഷേ അർക്കാഡി തനിക്ക് ഉറപ്പൊന്നും തരാൻ കഴിയില്ലെന്നും എങ്കിലും ഒരു പോരാളിയായ താൻ ഒരിക്കലും ആ വാക്ക് തെറ്റിക്കില്ല എന്ന് പറഞ്ഞ അയാൾ സത്യം ചെയ്തു. അലക്സ് അർക്കാഡിയുടെ വാക്ക് വിശ്വസിച്ചു. ഒരു കയർ ഉപയോഗിച്ച് അലീസയെ കപ്പലിൽ നിന്ന് ഇറക്കിവിടാൻ ആരംഭിച്ചു. അലീസ താഴേക്കിറങ്ങുമ്പോൾ മറുവശത്ത് അലക്സിന്റെ സുഹൃത്തുക്കൾ വിട്ടയക്കപ്പെട്ടു. പിന്നാലെ മത്വേയും അലക്സും മാത്രം കപ്പലിലായി. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന അലക്സിന്റെ സംഘാംഗങ്ങളെ ഗാർഡുകൾ പിടിക്കുകയും അവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. കപ്പലിൽ നിന്നും അലക്സും മത്വേയും അത് നോക്കിക്കണ്ടു. അർക്കാഡി അവരെ ചതിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് അലക്സ് മത്വേയോട് അവിടെ തണുത്തുറഞ്ഞ തടാകത്തിലേക്ക് ചാടി രക്ഷപ്പെടാൻ പറഞ്ഞു. താൻ പിന്നാലെ ചാടുമെന്നും അവൻ കൂട്ടിച്ചേർത്തു. ചാടുന്നതിനു മുമ്പ് മത്തൈ അലക്സിനോട് നീ നുണ പറയുകയല്ലോ എന്ന് ചോദിച്ചു. അല്ലെന്ന് അലക്സ് മറുപടിയും പറഞ്ഞു. പക്ഷേ മത്വയെ ചാടിക്കഴിഞ്ഞതും അലക്സ് കൂടെ ചാടിയില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മത്വയെ രക്ഷിക്കാൻ വേണ്ടി ഗാർഡുകളുടെ ശ്രദ്ധ തിരിക്കാൻ അലക്സ് അവിടെ തന്നെ നിന്നു. പോലീസിന്റെ വെടിയേറ്റ് അലക്സ് ഒടുവിൽ തടാകത്തിലേക്ക് പതിച്ചു. രക്ഷപ്പെടുത്തിയ അലീസയെ ആർക്കേഡി അവളുടെ വീട്ടിലേക്ക് എത്തിച്ചു. അവൾക്ക് അബദ്ധം പറ്റിയതാണെന്നും അവളെ ശിക്ഷിക്കരുതെന്നും അവളുടെ പിതാവിനോട് ആർക്കേഡി പറഞ്ഞു. മറുവശത്ത് തടാകത്തിന്റെ അരികിൽ മരണപ്പെട്ട നിലയിൽ ഒരാളെ കണ്ടെത്തി എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളി ഒരു പയ്യനുമായി ആശുപത്രിയിലെത്തി. ഡോക്ടേഴ്സ് ആ പയ്യനെ പരിശോധിച്ചു. അത് മത്വേയായിരുന്നു. അവൻ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. മരിച്ചുവെന്ന് ഡോക്ടറൊടുവിൽ വിധി എഴുതി. പക്ഷെ അതിശയകരമെന്ന് പറയട്ടെ, കുറച്ചു കഴിഞ്ഞതും മത്വേ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഡോക്ടർ അവനെ പരിശോധിച്ചു. ഇതൊരു മെഡിക്കൽ മിറാക്കിളാണ് എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. തന്റെ ജീവൻ രക്ഷിച്ചതിന് ഡോക്ടറോട് മത്വേ നന്ദി പറഞ്ഞു. മറുവശത്ത് ഗാർഡ് ഓഫീസിൽ അലക്സിന്റെ മുഴുവൻ സംഘത്തെയും കൊലപ്പെടുത്തിയതായി ആർക്കാഡി റിപ്പോർട്ട് ചെയ്തു. മിനിസ്റ്ററും അതിൽ സന്തോഷിച്ചിരുന്നു. അടുത്ത ദിവസം ആർക്കേഡി അലീസയുടെ വീട്ടിലേക്ക് വന്നു. അവളെ പ്രപ്പോസ് ചെയ്യാൻ എല്ലാ ഒരുക്കങ്ങളോടെയുമായിരുന്നു അയാൾ എത്തിച്ചേർന്നത്. അലീസയുടെ അച്ഛനും രണ്ടാനമ്മയും എല്ലാ സപ്പോർട്ടോടും കൂടി അയാളുടെ കൂടെയുണ്ട്. മത്വയും മരണപ്പെട്ടു എന്നായിരുന്നു അലീസ കരുതിയത്. അതുകൊണ്ട് തന്നെ അർക്കാഡിയുടെ വിവാഹാഭ്യർത്ഥന സ്വീകരിക്കുകയല്ലാതെ അവൾക്ക് മുമ്പിൽ അപ്പോൾ വേറെ വഴിയില്ലായിരുന്നു. ദുഃഖത്തോടെ അവൾ മോതിരം വിരലിലേറ്റുവാങ്ങി. അടുത്ത രാത്രി രക്ഷപ്പെട്ടിരുന്ന മത്വേ ദൂരെ നിന്ന് അലീസയുടെ വീട്ടിലെ അവസ്ഥ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അകത്ത് അലീസയും കുടുംബവും കൊട്ടാരത്തിൽ നടക്കുന്ന പുതുവത്സര പാർട്ടിയിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അലീസയുടെ കാർ പുറത്തെത്തിയപ്പോൾ മത്വേയുടൻ അതിനെ പിന്തുടർന്നു. ഇത്തവണ അവൻ തന്റെ പിതാവിന്റെ സിൽവർ സ്കേറ്റിംഗ് ഷൂസുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒടുവിൽ അലീസയും സംഘവും പാർട്ടിയിലേക്ക് എത്തി. പക്ഷേ മത്വയെ പറ്റി ഓർത്ത് അലീസ വല്ലാത്ത വിഷമത്തിലായിരുന്നു. മത്വയാകട്ടെ പുറത്തുള്ള കാവൽക്കാരെ കബളിപ്പിച്ച് വെയിറ്ററുടെ വേഷത്തിൽ അകത്തു കടന്നു. പാർട്ടിയിൽ അതിഥികൾ ഡാൻസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആഘോഷകാര്യങ്ങളിൽ മടുത്തിരുന്ന അലീസ മനസ്സൊന്ന് ശാന്തമാക്കാൻ പുറത്തേക്കിറങ്ങി നിന്നു. ഹാളിന് പുറത്ത് പകൽ സ്വപ്നം കണ്ട് മെഴുകുതിരികൾക്കും കണ്ണാടിക്കും മുന്നിൽ നിന്നിരുന്ന അലീസ പണ്ട് തന്റെ വേലക്കാരി പറഞ്ഞ പോലെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ച കണ്ണാടിക്ക് മുമ്പിൽ തന്റെ സോൾമേറ്റിനെ കാണാൻ പറ്റുമോ എന്നാലോചിച്ചു. ഈ സമയം ആ കണ്ണാടിയിൽ മത്വേ പ്രത്യക്ഷപ്പെട്ടു. അവൾ അതിശയത്തോടെ നോക്കി. മത്വേ മരിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് അതിയായ സന്തോഷവും അത്ഭുതവും തോന്നി. ഒട്ടും സമയം കളയാതെ ഫ്രാൻസിലേക്ക് താനെടുത്ത 2 ട്രെയിൻ ടിക്കറ്റുകൾ കാണിച്ച മത്വേ തന്നോടൊപ്പം ഒളിച്ചോടാൻ അലീസയോട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്കൊരു ഗാർഡ് വന്നു. മത്വേയോട് വെയിറ്ററിനെ അവിടെ വിളിക്കുന്നുണ്ടെന്ന് പറയുകയും ചെറുതായൊന്ന് ദേഷ്യപ്പെടുകയും ചെയ്തു. പെട്ടെന്നുള്ള പരിഭ്രാന്തിയിൽ മത്വേയുടെ കയ്യിൽ നിന്ന് ഫ്രാൻസിലേക്കുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് താഴെ വീണുപോയി. പക്ഷേ അപ്പോഴും അലീസ അകത്തേക്ക് വരാത്തത് കണ്ട് ആർക്കാഡി ആശയക്കുഴപ്പത്തിലായി. അവിടുണ്ടായിരുന്ന ഗാർഡിനോട് അലീസയെ പറ്റി ആർക്കാഡി ചോദിച്ചു. ആ സമയം മത്വേയുടെ പോക്കറ്റിൽ നിന്ന് വീണ ഫ്രാൻസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് അവിടെ കിടക്കുന്നത് അയാൾ കണ്ടു.
കണ്ടു. അതെടുത്ത് അവനുടൻ തന്നെ പുറത്തേക്കൂടിയെങ്കിലും മത്വയും അലീസയും അതിനോടകം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിനിൽ കയറാൻ ഒരുങ്ങിയ മത്വയ്ക്ക് പോക്കറ്റിൽ ഒരു ടിക്കറ്റ് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അവനാകെ ആശയക്കുഴപ്പത്തിലായി. ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ടി അവനോട് പോയി മറ്റൊരു ടിക്കറ്റ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ആ പരിഭ്രാന്തിക്കിടയിൽ തങ്ങളെ തിരഞ്ഞ് അങ്ങോട്ടേക്കെത്തിയ ആർക്കേഡി ടിക്കറ്റും പിടിച്ച് നടന്നു വരുന്നത് മത്വയെ കണ്ടു. ഉടൻ തന്നെ അലീസയോട് അവൻ ട്രെയിനിൽ കയറാൻ പറഞ്ഞു. അലീസയ്ക്കടുത്തേക്ക് താൻ എത്തിച്ചേർന്നു കൊള്ളാം എന്ന് പറയുകയും ചെയ്തു. അലീസ ട്രെയിനിൽ കയറി. ആർക്കേഡിയുടെ കയ്യിലുള്ള ടിക്കറ്റ് കൈവശപ്പെടുത്താൻ മത്വ ആർക്കേഡിയുടെ അടുത്തേക്ക് ചെന്നു. അവർ തമ്മിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ ഒരു തരത്തിൽ ടിക്കറ്റ് അവൻ കൈവശപ്പെടുത്തി. ടിക്കറ്റ് കിട്ടിയ ഉടനെ അവൻ ട്രെയിൻ ലക്ഷ്യമാക്കി ഓടി. ട്രെയിൻ പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. ആർക്കേഡിയാകട്ടെ എഴുന്നേറ്റ് തന്റെ തോക്കെടുത്ത് അവന് നേരെ വെടിയുതിർത്തു. അപ്പോഴേക്കും അവൻ ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. വെടിയേറ്റോ എന്ന ഭയത്താൽ ആ പരിഭ്രാന്തിയിൽ അവൻ കിടന്നു. പക്ഷെ അവിടെ രക്തമൊന്നും കാണാനുണ്ടായിരുന്നില്ല. പരിശോധിച്ചപ്പോഴാണ് വ്യക്തമാകുന്നത് അവന്റെ അപ്പന്റെ സ്കേറ്റിംഗ് ഡിവൈസ് അവൻ പോക്കറ്റിൽ വെച്ചിരുന്നു. അതിലാണ് ആ വെടിയുണ്ട പതിച്ചത്. തന്റെ പിതാവ് സമ്മാനിച്ച ആ പഴയ സ്കേറ്റിംഗ് ഷൂസുകൾ തന്റെ ജീവൻ രക്ഷിച്ചതിൽ മത്തയ്ക്ക് വളരെ സന്തോഷം തോന്നി. അവരിരുവരും അങ്ങനെ ഫ്രാൻസിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അലീസ സർവകലാശാല പ്രവേശന പരീക്ഷ എഴുതിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർമാരിൽ ഒരാളായ ഒരു വ്യക്തിയെ കാണാൻ അന്നുച്ചയ്ക്ക് അലീസയുടെ പിതാവ് എത്തി. തന്റെ മകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തോട് അയാൾ തിരക്കി. അലീസ ഫ്രാൻസിൽ നിന്ന് കോളേജ് ബിരുദം നേടിയെന്നും യൂറോപ്പിലെ പല പ്രശസ്ത സർവകലാശാലയിൽ നിന്നും അധ്യാപികയായി ജോലി ചെയ്യാൻ അവൾക്ക് ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ടെന്നും ആ പ്രൊഫസർ പറഞ്ഞു. ആ വാർത്ത കേട്ടപ്പോൾ അവളെ ഒരുപാട് മിസ് ചെയ്തിരുന്ന അലീസയുടെ പിതാവ് അലീസയെ തിരികെ നാട്ടിലേക്ക് വിളിക്കാൻ പ്രൊഫസറോട് ആവശ്യപ്പെട്ടു. തന്റെ മകൾ റഷ്യയിലേക്ക് തിരികെ വന്ന് ഇവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ താൻ ഇനി അവളുടെ പഠനം തുടരുന്നതിലും അവളുടെ ഇഷ്ടങ്ങൾക്കും ഒന്നിലും എതിരു നിൽക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അലീസയുടെ പിതാവിന്റെ മനസ്സ് വല്ലാതെ മാറിയിരുന്നു. മകളെ അദ്ദേഹം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം റഷ്യയിലേക്ക് അലീസ മടങ്ങിയെത്തി. അവിടെ ഒരു അധ്യാപികയായി കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അലീസയുടെ പിതാവ് മകൾ പഠിപ്പിക്കുന്നത് കാണാൻ അങ്ങോട്ടേക്ക് വന്നു. തന്റെ മകൾ വലിയ സ്ത്രീയായി വളർന്ന് അധ്യാപികയായി കെമിസ്ട്രി പഠിപ്പിക്കുന്നത് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അദ്ദേഹം നോക്കിക്കണ്ടു. അന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അലീസ തന്റെ ഭർത്താവിനൊപ്പം പാർക്കിൽ പോയി. അലീസ മത്വയെ വിവാഹം ചെയ്തിരുന്നു. അവർക്കിപ്പോൾ ഒരു മകനുമുണ്ട്. മത്വ തന്റെ മകനെ സ്കേറ്റിംഗ് പഠിപ്പിക്കുകയായിരുന്നു. കുട്ടിക്കാലത്ത് അവന്റെ പിതാവ് അവനെ പഠിപ്പിച്ചതുപോലെ സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ടു പോകുന്ന ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.